അപ്പോൾ എന്തായാലും താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ 25% ഇന്ത്യക്ക് താരിഫ് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോ. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇതിന് റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന റെസ്പോൺസ് നമുക്ക് പറയാം. അതിനു മുമ്പേ ട്രംപ് ഇങ്ങനെ പറഞ്ഞു വെച്ചതിനോടൊപ്പം കുറേ കാര്യങ്ങൾ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ആ ഒരു ഡെസിഗ്നേറ്ററി കൊണ്ട് നടക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യക്കുള്ള താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് താരിഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനിൽ സിംഗിളായിട്ട് ഇന്ത്യയുടെ താരിഫ് എത്രയാണെന്ന് എഴുതിയാൽ മതി. പക്ഷേ ഈ മെസ്സേജ് വായിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏതോ ചില ഫ്രസ്ട്രേഷൻ കൊണ്ടും എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടും ഒരു ലാസ്റ്റ് മൊമെൻറ്റ് നെഗോസിയേഷനിലേക്ക് ഇന്ത്യയെ വലിച്ചഴയ്ക്കുന്നത് പോലെയും എന്തൊക്കെയോ ഡീലുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തിടുക്കിട്ട് ചില കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ മുന്നോട്ടെടുക്കുന്ന പോലെയുള്ള എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിന് താരിഫ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുകയാണ്. അതിൽ പുള്ളി എഴുതുകയാണ് 25% താരിഫ്. ആദ്യത്തെ ഒരു വലിയ പാരാഗ്രാഫിൽ എവിടെയും തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റിനെ കുറിച്ച് പറയുന്നില്ല. അതിന് പകരം ഇന്ത്യ ഏറ്റവും കൂടുതൽ താരിഫ് ഈടാക്കുന്ന ഒരു രാജ്യമാണ്, അവരുടെ ബിസിനസ് പോളിസീസ് എല്ലാം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്, ഇന്ത്യക്കുള്ളിൽ അങ്ങനെ അത്ര എളുപ്പത്തിൽ ചെന്ന് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടി പറയുന്നതാണ്? ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. US പ്രസിഡൻ്റാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇതിനെ മോണിറ്റർ ചെയ്യും, ഇതിനെ വാച്ച് ചെയ്യും. അപ്പോൾ ഇത്രയും കാലം ഇന്ത്യക്കുള്ളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണ്? ഇന്ത്യക്കുള്ളിൽ എല്ലാം സാധിക്കും, പക്ഷേ ഇവിടെ ചില നിർണായകമായിട്ടുള്ള മേഖലകളിലാണ് ഇന്ത്യക്കുള്ളിൽ കടന്നു കയറി വരാൻ അമേരിക്ക പെർമിഷൻ ചോദിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഗ്രികൾച്ചർ മേഖല, ഡയറി പ്രോഡക്റ്റ് മേഖലകളാണ്. ഇതിവിടെ ഇന്ത്യയിലുള്ള ക്ഷീര കർഷകർ, അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ഫാമേഴ്സിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഇന്ത്യ ഒരു പോപ്പുലേറ്റഡ്, വേൾഡിൽ തന്നെ നമ്പർ 1 പോപ്പുലേറ്റഡ് കൺട്രിയാണ്. അവിടെ വന്നിട്ട് അവിടുത്തെ ഫാമേഴ്സിൻ്റെയൊക്കെ വയറ്റതടിക്കുന്ന പോലെയുള്ള താരിഫ് ഇളവ് നേടിക്കൊണ്ട് അമേരിക്കൻ പ്രോഡക്റ്റ്, ഡോളർ ബേസ്ഡ് എക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ കൊണ്ട് ഇന്ത്യക്കുള്ളിൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇന്ത്യ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ട്രംപ് ഇന്ത്യക്കുള്ളിൽ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബംഗ്ലാദേശൊക്കെ ചാക്ക് കണക്കിൽ അരിയും ഗോതമ്പൊക്കെ മേടിക്കാൻ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞു. ജപ്പാനുമായിട്ട് കുറേ ഫൈറ്റ് നോക്കി, അവിടെ നടന്നില്ല. ബ്രസീലുമായിട്ട് ഇതേപോലെ പ്രശ്നമുണ്ടായി, അവിടെയും നടന്നില്ല. അപ്പോൾ അതായത് അമേരിക്കയിൽ ചാക്കണക്കിൽ കെട്ടിക്കിടക്കുന്ന ഈ സാധനങ്ങൾ നമ്മൾ വാരിക്കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കണം. എന്നിട്ട് നമ്മളുടെ കർഷകരൊക്കെ ഇവിടെ വീട്ടിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിലയും കിട്ടാതെ, അതിന് താങ്ങുവില പോലും ഇല്ലാണ്ട് അവരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് തള്ളപ്പെടും. ഇതാണ് ഇപ്പോൾ സ്ഥിതി. ഇല്ല, ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്താണ് ഇന്ത്യൻ ഗവൺമെൻറ് കൃത്യമായ ചില നടപടിക്രമങ്ങൾ എടുത്ത് ചില സാധനങ്ങൾക്കൊക്കെ ഹൈ താരിഫ് ഇട്ട് വച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റുള്ള പല സാധനങ്ങളും മറ്റുള്ള പല മേഖലകളിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇലക്ട്രിക് കാറിൻ്റെ മേഖലകളായിക്കോട്ടെ, സ്പെയർ പാർട്സ് മേഖലകളായിക്കോട്ടെ, മറ്റുള്ള പല മേഖലകളിലും നമ്മൾ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് താരതമ്യേന മാന്യമായ ഒരു ബൈലേറ്ററൽ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിച്ച് വളരെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് 36,000-ൽ പരം ഐറ്റംസ് 1 by 1 ആയിട്ടാണ് പീയൂഷ് ഗോയൽ, കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ മിനിസ്ട്രി, ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത്, അതായത് മാസക്കണക്കിന് അമേരിക്കയിൽ പോയി ഇരുന്ന് തച്ചിന് പണിയെടുത്ത് നെഗോഷിയേറ്റ് ചെയ്ത് താരിഫ് റെഡിയാക്കി കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡീൽ ഉറപ്പാക്കാൻ പറ്റുമോ, ഇന്ത്യയെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലുമൊക്കെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഡീൽ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതാണ് ഈ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് ട്രംപിൻ്റെ ഇത്രയും നാളത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഫോളോവർ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒഫീഷ്യലായിട്ട് എന്ത് വരുമോ വരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പോസ്റ്റിൽ വീണ്ടും വീണ്ടും പുള്ളി ഇരുന്ന് വായിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ പോസ്റ്റ് ട്രംപിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് അതിനകത്തൊരു പോയിന്റ് മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്ക് വളരെ വലുതാണ്. ഓക്കെ, ട്രേഡ് ഡെഫിസിറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ അരി വിൽക്കുന്നവനപ്പം, നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്ന ആൾ, അരി വിൽക്കുന്നവനും സ്വർണ്ണം വിൽക്കുന്നവനും ഒരേപോലെ ലാഭം കിട്ടുമോ? അരിയും സ്വർണവും വേറെ വേറെ രാജ്യത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പം അതായത് നിങ്ങൾ വിൽക്കുന്ന അതേ സാധനം എൻ്റെ അടുത്ത് ഉണ്ടാവണം അല്ലേ? അമേരിക്കയിൽ നിന്ന് അരി ഇറക്കുമ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു സാധനം കയറ്റി അയക്കും,
അപ്പോൾ അതേ HSN കോഡ് അതേ ബാർകോഡിലുള്ള ഐറ്റത്തിന് ആ റെസിപ്രോക്കൽ താരിഫ് ആപ്ലിക്കബിൾ ആണ്. ഒരു കച്ചവടം ചെയ്യുന്ന എല്ലാവരും പല പല സാധനങ്ങൾ കച്ചവടം ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു ബാരിയർ ഗേറ്റ് കൊണ്ട് വെച്ചിട്ട് ആ ഗേറ്റിൽ വെച്ചിട്ട് നിങ്ങൾ കുറഞ്ഞ വിലയ്ക്കും കൂടിയ വിലയ്ക്കുള്ള സാധനത്തിൽ ഈക്വലായിട്ട് അവിടെ കുറച്ച് എമൗണ്ട് ഇട്ട് ടാലി ചെയ്തിട്ട് ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡെഫിസിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ട്രേഡ് വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡെഫിസിറ്റും കൂടും, ട്രേഡ് വോളിയം കുറഞ്ഞാൽ ഡെഫിസിറ്റ് കുറയും. അവർ കുറയ്ക്കുകയോ കൂട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രോഡക്റ്റ് അമേരിക്കയിൽ എത്തുമ്പോഴത്തേക്കും അമേരിക്കയുടെ ഉള്ളിൽ ഇത് മേടിക്കുന്ന ആൾക്കാർ അവരാണ് ഈ ഒരു ടാക്സും അതുപോലെ തന്നെ ഈ പെനാൽറ്റി എല്ലാം അവരുടെ മേളിലാണ് വന്ന് ഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ പ്രോഡക്റ്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആയിരിക്കും ഇന്ത്യൻ പലചരക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത് മന്ത്ലി ബഡ്ജറ്റിൽ വലിയ തോതിൽ ഒരു വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ വോട്ട് വിഹിതം, വോട്ട് ഷെയർ ഇതൊക്കെ അടുത്ത ഇലക്ഷനിൽ ഇന്ത്യൻ പോപ്പുലേഷൻ അവർ നോക്കിക്കോളും. നമ്മളിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ കൊടുത്തിരിക്കുന്ന മറുപടി വളരെ വ്യക്തമാണ്. അതായത് ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് എന്നുള്ള നിലയിൽ ഇന്ത്യ അമേരിക്കയുമായിട്ട് പല വിഷയങ്ങളിലും പല പ്രോഡക്റ്റുകളിലും ഇൻഡിവിജ്വലായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു രീതിയിലുള്ള പരാമർശങ്ങൾ വന്നിട്ടില്ല. നേരെ മറിച്ച് ടോട്ടലി ഒരു 25% താരിഫ്. ഇതിനു മുമ്പ് 26 ആയിരുന്നു, ഇപ്പോൾ 25. എന്ത് വ്യത്യാസമാണ്? ഒരു വ്യത്യാസവും ഇല്ല. ഏപ്രിൽ 2-ാം തീയതി 26 തന്നെയാണല്ലോ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ 1% കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ മാസക്കണക്കിൽ ഇന്ത്യ പോയി അവിടെ ചർച്ച നടത്തിയത്? അപ്പോൾ അതുകൊണ്ട് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് മ്യൂച്വലാണ്. അമേരിക്കയും ഇങ്ങോട്ട് അത് കാണിക്കേണ്ടതുണ്ട്, അതുപോലെ ഇന്ത്യ അങ്ങോട്ട് കാണിക്കുകയും ചെയ്യും. ഇന്ത്യ ഒരിക്കലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ ഇപ്പം നിലവിൽ ഉണ്ടായ സംഗതി എന്ന് പറഞ്ഞാൽ ട്രംപിനെ ചൊടിപ്പിച്ച 2-3 കാര്യങ്ങൾ അത് നമുക്ക് നോക്കാം. ഇന്ത്യ ട്രംപിൻ്റെ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിനെ വലിയ കാര്യമായിട്ട് അങ്ങ് എടുത്ത് എംഫസൈസ് ചെയ്ത് സംസാരിക്കുന്നില്ല. അതിന് പകരം ഇന്ത്യ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത ആ ഒരു ഐറ്റം അതിനോടൊപ്പം അഗ്രികൾച്ചർ അതേപോലെ ഡയറി പ്രോഡക്ട്സിൻ്റെ നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ മുന്നോട്ട് നിൽക്കുന്നത്. സ്റ്റിൽ ഇന്ത്യ ഇൻട്രസ്റ്റഡ് ടു നെഗോഷിയേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അമേരിക്കൻ പ്രോഡക്റ്റ് ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് താരിഫ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. എങ്ങനെയാണോ അമേരിക്ക ഇന്ത്യയോട് പെരുമാറുന്നത് അതുപോലെ മാന്യമായിട്ട് തന്നെ ഇന്ത്യ അമേരിക്കയോട് പെരുമാറും. ഇന്ത്യൻ പ്രോഡക്റ്റും അമേരിക്കൻ പ്രോഡക്റ്റും ഇന്ത്യക്കുള്ളിൽ വരണമല്ലോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. യൂണിലേറ്ററലി ഇന്ത്യ ഒരു താരിഫും പ്രഖ്യാപിക്കില്ല, യൂണിലേറ്ററലി ഇന്ത്യ ഒരു താരിഫും അംഗീകരിക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം തന്നെ അമേരിക്കയുടെ പോർട്ടിൽ സാധനം ഇറങ്ങിയതിന് ശേഷം അമേരിക്ക എന്ത് ചെയ്യണം എന്നുള്ളത് അമേരിക്ക തീരുമാനിക്കട്ടെ. അവർ ആ ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിന് 25, 55, 45 ഇട്ടിട്ട് അവിടുത്തെ ജനങ്ങൾ പൈസ ഡോളർ ഉണ്ടെങ്കിൽ കൊടുത്ത് മേടിക്കട്ടെ. ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു ഷോക്ക് വേവ് പ്രഖ്യാപനത്തിനുള്ള കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പോയിന്റ് നമ്പർ 1, ലിൻസി ഗ്രഹാം കഴിഞ്ഞ ഒരു മാസം കൊണ്ടേ 500% താരിഫ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേളിൽ, അതായത് റഷ്യയുമായിട്ട് ഓയിൽ ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ലിൻസി ഗ്രഹാമാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രഷർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്ററാണ് അമേരിക്കയിൽ ലിൻസി ഗ്രഹാം. ഇയാളെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് UK പോയിട്ട് കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി UK പോയിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 99% ഇന്ത്യൻ പ്രോഡക്റ്റിനും 0% താരിഫ് എന്നുള്ള നിലയിലുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് വന്നത്. ഇതിലും മൂപ്പർക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിനെ പോലെയോ ഡോളറിനേക്കാളും ഒരു പടി മുകളിലോ നിൽക്കുന്ന കറൻസി വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു കറൻസിയാണ് സ്റ്റെർലിംഗ് പൗണ്ട്. അപ്പോൾ അവർക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ US ചെയ്യുന്ന ട്രേഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും യുകെയുമായിട്ട് അത്രയ്ക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വരുന്ന സ്ഥിതിക്ക് ഇന്ത്യ തകൃതിയായിട്ട് ഇനി UK ട്രേഡ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഇന്ത്യ വേറൊരു ഗ്യാപ്പ്. അതുപോലെ ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ട്രേഡ്, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത്, ബ്രിക്സ് കൺട്രീസ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇതേപോലെ പല രീതിയിലും ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അതും ട്രംപിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതിൽ ട്രംപ് ഇച്ചിരി ക്ഷുഭിതനാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ നടക്കുന്ന പൊളിച്ചെടുക്കലുകൾ, അതായത് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഇന്ത്യ തുറന്നു കാണിക്കുന്നുണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് പാർലമെന്റിനുള്ളിൽ. അപ്പോൾ അതിൽ ഫൈനലായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി തന്നെ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആകെ കൂടെ സീസ് ഫയറിന്റെ തൊട്ട് തലേ ദിവസം JD വാൻസിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. അത് യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല, യുദ്ധം ആളിക്കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് പാകിസ്ഥാൻ ശക്തമായ രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി ഒരുക്കുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് തരാനാണ് അത്ര വിളിച്ചത്. അതെന്തിനാണ് മുന്നറിയിപ്പ്? പക്ഷേ അതേസമയം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിക്ക് അതിന് മുമ്പേ
ടെലിഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന്? പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന്. എന്താണ്? ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു അറ്റാക്ക് നിർത്തണം. നിങ്ങളുടെ ആക്രമണം അതിശക്തമായ രീതിയിലാണ്. ഞങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ആക്രമണം നിർത്തണം എന്നുള്ളത് പാകിസ്ഥാൻ്റെ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഹെഡ് വിളിച്ച് നേരിട്ട് സംസാരിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ യുദ്ധം നിർത്തിയത്. അപ്പോൾ അതിന് തൊട്ട് പുറകെയാണ് JD വാൻസിൻ്റെ കോൾ വന്നത്. അപ്പോൾ JD വാൻസിൻ്റെ ആ ഒരു മെസ്സേജ് പാകിസ്ഥാൻ ശക്തമായി ഇന്ത്യക്കുള്ളിൽ ആക്രമണം നടത്താൻ വേണ്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇന്ത്യ ഗെറ്റ് റെഡി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതായത് യുദ്ധം കുറച്ചുകൂടെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിച്ചത്, അല്ലാതെ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടല്ല അവർ ശ്രമിച്ചത്. എന്നിട്ട് ആ ഒരു ഉഡായ്പിൽ നിന്നും ഉരുണ്ട് കളിച്ചാണ് ഞാനാണ് യുദ്ധം നിർത്തിയത് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ട്രംപ് മുന്നോട്ട് വന്നത്. പെരുങ്കള്ളൻ നമ്പർ 1. ഈ കള്ളത്തരം നമ്മളിപ്പം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയവും പുള്ളിക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. 30-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ പ്രൈം മിനിസ്റ്റർ മോദി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു പറഞ്ഞതിന് ശേഷമാണ് അന്ന് വൈകുന്നേരം തന്നെ 30-ാം തീയതി ഈവനിങ് തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. അതിനോടൊപ്പം പുള്ളിയുടെ പ്രശ്നം റഷ്യയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഓയിൽ, എനർജി പർച്ചേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ മിലിറ്ററി ആയുധങ്ങൾ, വെപ്പൺസ് പർച്ചേസ് ചെയ്യുന്നു. റഷ്യയും ഇന്ത്യയുമായിട്ട് വളരെ ദീർഘകാല ബന്ധമാണ്. അത് ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. ഇവർ പാകിസ്ഥാനോടൊപ്പം നിന്ന് ആയുധങ്ങൾ കൊടുത്ത്, പാകിസ്ഥാന് അണുബോംബ് വരെ കൊടുത്ത് ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് അമേരിക്ക. ആ സമയം തൊട്ടേ റഷ്യക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ്. ഇന്ത്യയെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് ഈ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ISROയിൽ ഉൾപ്പെടെ, ക്രയോജനിക് എഞ്ചിനിൽ ഉൾപ്പെടെ റഷ്യക്ക് ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഇന്ത്യയുടെ വളർച്ചയിൽ റഷ്യക്ക് വളരെയധികം നിർണായകമായിട്ടുള്ള പങ്കുണ്ടെന്നുള്ളത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്ത ട്രൂത്താണ്. അതിൽ ഇപ്പം കിടന്ന് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഏത് രാജ്യം വളരും, ഏത് രാജ്യത്തിനാണ് പ്രോആക്റ്റീവായിട്ടുള്ള സ്കില്ലുള്ളത്, ഏത് രാജ്യമാണ് മതത്തിനതീതമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമും കൾച്ചറും കൊണ്ടുപോകുന്നത്, അമേരിക്കൻ ഡെമോക്രസിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏതാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് പാർട്ട്ണർഷിപ്പ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ള തിരിച്ചറിവൊക്കെ അമേരിക്കയ്ക്ക് പണ്ട് ഉണ്ടാവണമായിരുന്നു. ആ ദീർഘവീക്ഷണം ഇല്ലാതെ പോയിട്ട് ഇന്ന് വന്നിട്ട് നിങ്ങൾ റഷ്യ എടുത്ത് അത് മേടിക്കരുത്, റഷ്യ എടുത്ത് മൊട്ടസൂചി മേടിക്കരുത്, റഷ്യ എടുത്ത് നിങ്ങൾ ചെരുപ്പ് മേടിക്കരുത്, റഷ്യക്ക് നിങ്ങൾ ആയുധം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഇന്ത്യൻ ആർമിയിലെ, ഇന്ത്യൻ എയർഫോഴ്സിൽ ഏറ്റവും കൂടുതൽ പൈലറ്റുമാർ ട്രെയിനിങ് ചെയ്തിരിക്കുന്നത് റഷ്യൻ ഫൈറ്റർ ജെറ്റിലാണ്. മിഗ് പോലത്തെ ഫൈറ്റർ ജെറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റുമാർ ട്രെയിനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള താരിഫ്, ഡ്യൂട്ടി, ടാക്സ് ഇതൊക്കെ കാണിച്ച് ഇന്ത്യയെ അങ്ങ് വിറപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ഇനി ലാസ്റ്റ് മൊമെന്റിൽ ഇന്ത്യ വേണമെങ്കിൽ അറ്റ കൈക്ക് ഒരു ഓപ്ഷൻ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. അത് ഇന്ത്യക്കും ഇന്ത്യൻ ഡിഫൻസിനും ഗുണപരമാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് പർച്ചേസ് ചെയ്യും. അമേരിക്കയെ പോലെയല്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി അങ്ങ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് ഒരു ഹൈറാർക്കി ഉണ്ട്. അവിടെ അത് പ്രാഥമികമായിട്ട് ഡിസ്കസ് ചെയ്യണം. പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിലേക്ക് പോകണം. ആർമി ആണെന്നുണ്ടെങ്കിൽ ആർമിയിൽ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തതിന് ശേഷം വീണ്ടും അത് ബ്യൂറോക്രസിയിലേക്ക്, ഡിസ്കഷനിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് ആ ഡിപ്പാർട്ട്മെന്റിലിരിക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ, ഡെസിഗ്നേറ്ററി ആൾക്കാരുടെ, അതായത് ആർമി ചീഫ്, അതേപോലെ എയർഫോഴ്സിന്റെ ചീഫ്, ഇവിടെയൊക്കെ പോയി ഡിസ്കസ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് ലാസ്റ്റ് ഗ്രേഡ്, അതായത് അതിന്റെ ലാസ്റ്റ് എൻഡ് യൂസർ വരെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സാധനം മേടിക്കാനുള്ള പെർമിഷൻ വരുന്നത്. അല്ലെ, ട്രംപ് പറഞ്ഞ പോലെ ഓടിച്ചെന്നിട്ട് ആ കുറച്ച് ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ മേടിച്ചല്ലോ ചൈന എടുത്ത് പോയിട്ട്, ആ പോകുന്ന വഴിക്ക് ഒരു 40 എണ്ണം കണ്ടായിരുന്നു, ആ ഒരു 10 എണ്ണം ഇറാൻ്റെ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അവർ ചൈനക്കാർ കൊണ്ടിടും. അതുപോലെയല്ല ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഗിമിക്കുകളൊക്കെ ഇന്ത്യ എടുത്ത് വേണ്ട. 25 അല്ല, 30 അല്ല, 40 അല്ല, നീ എത്ര വേണമെങ്കിലും താരിഫ് ഇട്ടോ, ഇന്ത്യ ഇതേ നിലപാടിൽ തന്നെ നിൽക്കും. ബയലട്രൽ ട്രേഡുമായിട്ടുള്ള നെഗോസിയേഷന് ഇന്ത്യക്ക് താല്പര്യമുണ്ട്. അതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതി 25, 30, 50 എന്ത് വേണമെങ്കിലും ആക്കിക്കോ. ഒന്നും ഇന്ത്യ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ത്യ ഇതും തരണം ചെയ്യും. കാരണം ഈ ഒരു താരിഫ് അമേരിക്കയ്ക്ക് തന്നെയാണ് തിരിച്ചടിയാവാൻ പോകുന്നത്. ഇന്ത്യക്കുള്ളിൽ ഡോളർ ബേസ് എക്കോണമിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ മേടിച്ചങ്ങ് അർമാദിച്ച് നടക്കുന്ന ആൾക്കാർ ഇന്ത്യക്കുള്ളിലില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉൽപ്പാദിപ്പിച്ച് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അമേരിക്കയിലോട്ട് എത്തിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അമേരിക്കയുടെ ഉള്ളിലുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളത് ട്രംപാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് പോട്ടെ. ഇനി ട്രംപ് ഈ ഒരു താരിഫിൽ വളരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചോ, ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് മാസം ഫുള്ള് കഴിഞ്ഞു പോയി. ഇനി അങ്ങോട്ട് 6-7 മാസത്തേക്ക് നമ്മൾ ഇതേ സെയിം ലെവലായിട്ടുള്ള 25% താരിഫിൽ തന്നെ മുന്നോട്ട് പോകുന്നു പറഞ്ഞാൽ ഒരു ന്യൂ നോർമൽ ക്രിയേറ്റ് ആവും.
ഇന്ത്യക്കുള്ളിലായാലും ശരി, ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആയാലും ശരി, അതുപോലെ ഇന്ത്യക്കുള്ളിലേക്ക് വരുന്ന ഫോറിൻ ഡെപ്പോസിറ്റ് ആയാലും ശരി തന്നെ, ഇതിനെല്ലാം തന്നെ ഒരു ന്യൂ നോർമൽ ക്രിയേറ്റ് ആവും. ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ചെറിയ വേരിയേഷൻസ്, അതായത് ഗ്രോത്ത് റേറ്റിലൊക്കെ, ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിലൊക്കെ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ അത് കഴിഞ്ഞാലും ഇന്ത്യ സ്റ്റേബിളായിട്ട് ഒരു ലെവലിൽ വന്ന് നിൽക്കും. ഓക്കെ, ഇന്ത്യയുടെ വളർച്ച മുന്നോട്ട് തന്നെയാണ്, ഒരിക്കലും താഴോട്ടില്ല. അതിപ്പോൾ ഈ ഒരു ട്രംപിന് താരിഫ് വന്നതുകൊണ്ട് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. ട്രംപിന്റെ താരിഫ് 25% ആയതുകൊണ്ട് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതിലൊരു വിഷയം ട്രംപ് വളരെയധികം ചിന്തിക്കാതെ പോകുന്നുണ്ട്, അത് ബ്രിക്സ് ആണ്. ബ്രിക്സ് ആൻഡ് ഗ്ലോബൽ സൗത്ത്. ബ്രിക്സിലും ഗ്ലോബൽ സൗത്തിലും ഇന്ത്യ കുറച്ച് ഈ ട്രംപ് പൊസിഷനിൽ വന്നതിന് ശേഷം കുറച്ച് സ്ലോ ഡൗൺ ചെയ്താണ് ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ ഒറ്റ രാജ്യം വിചാരിച്ചാൽ മതി, ബ്രിക്സും ഗ്ലോബൽ സൗത്തും സ്പീഡപ്പ് ചെയ്യാൻ കഴിയും. അത് സ്പീഡപ്പ് ചെയ്ത് ഇന്ത്യ ഒരു ഫോർവേഡ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രംപിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതും കൂടി നമ്മൾ ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം ട്രംപ് ഇത്രയും ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ത്യക്കെതിരെ നിറവേറ്റുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ട്രംപിനെതിരെയുള്ള പോളിസികൾ ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ബ്രിക്സിൽ വളരെ ശക്തമായിട്ട് ഇന്ത്യ നിലകൊള്ളും. അതുപോലെ തന്നെ റഷ്യയോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇടപെടും. ഇന്ത്യയുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇതിനു മുമ്പ് നമ്മൾ ബോക്രാനിൽ അണുബോംബ് പരീക്ഷണം നടത്തിയ സമയത്തും നമ്മളുടെ മേളിൽ സാങ്ഷൻസ് കൊണ്ടുവന്നതാണ് അമേരിക്ക. എന്നിട്ട് പോലും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രംപ് തനിയെ പത്തി താഴ്ത്തി മുന്നോട്ട് വരും. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അഥവാ 25% താരിഫ് വന്നാൽ ഇന്ത്യക്ക് ഒരു കുഴപ്പമില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് ഉടനീളം പറയാൻ ശ്രമിച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.